സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് ജോർജ്. ഞാൻ ആര്യപ്പുറം ഇടവകാംഗമാണ്. 2013 എനിക്ക് മഞ്ഞപ്പിത്തം ബാധിക്കുകയും രോഗം ഗുരുതരമാകുകയും ദൈവകൃപയാൽ ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു. രോഗം മാറിയെങ്കിലും എൻ്റെ കരളിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് പിന്നീടുള്ള പരിശോധനയിൽ ബോധ്യപ്പെടുകയും കരൾ കട്ടിയാകുന്ന ഫൈബ്രോസിസ് എന്ന സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്തു. 2025 ഏപ്രിൽ 19 രക്തപരിശോധന, ഫൈബ്രോസ്കാൻ എന്നിവയ്ക്ക് വിധേയമാക്കിയപ്പോൾ കരളിൻ്റെ കാഠിന്യം സാധാരണ മൂല്യം 7 പകരം 54 എത്തിയിട്ടുണ്ടെന്നും ലിവർ സിറോസിസിലേക്കും തുടർന്ന് ലിവർ ക്യാൻസറിലേക്കും നീക്കാൻ സാധ്യതയുണ്ടെന്ന് ചികിത്സ നടത്തുന്ന ഡോക്ടർ അറിയിച്ചു. 2025 ഏപ്രിൽ 21 ഞാൻ ആവിലായിൽ വരികയും ദിവ്യബലിയിൽ പങ്കെടുത്ത് ബഹുമാനപ്പെട്ട റാപ്സനച്ചനെ കാണുകയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈശോയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും ചെല്ലുവാനും യേശുനാമം ചെല്ലുവാനും അച്ഛൻ നിർദ്ദേശിച്ചു. ഞാൻ മുടങ്ങാതെ പ്രാർത്ഥന ചെല്ലുന്നുണ്ടായിരുന്നു. 2025 ജൂൺ മാസം 9 വീണ്ടും ഫൈബ്രോസ്കാൻ, രക്തപരിശോധന എന്നിവയ്ക്ക് വിധേയനായി. ഫൈബ്രോസ്കാൻ ചെയ്ത റേഡിയോളജിസ്റ്റിന് വളരെ അത്ഭുതമായിരുന്നു. മൂല്യം 54 നിന്ന് 15 താഴ്ന്നിരുന്നു. അതുപോലെ ലിവർ ഫങ്ഷണാലിറ്റി ടെസ്റ്റിൽ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ആദ്യമായി നോർമലിനേക്കാൾ താഴുകയും ചെയ്തു. എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞത് കരളിൻ്റെ കാഠിന്യം കുറഞ്ഞിരിക്കുന്നെന്നും മരുന്നുകളുടെ ഉപയോഗം ഇനി ആവശ്യമില്ല എന്നുമാണ്. എൻ്റെ കരളിൻ്റെ കാഠിന്യം കുറച്ച് തരളിതമായ ഒരു കരൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയും. പ്രിയപ്പെട്ടവരെ, 12 വർഷത്തോളമായിട്ടുള്ള കരളിൻ്റെ ആ കട്ട പിടിച്ചിരിക്കുന്ന തിക്കായിട്ടുള്ള ഈ കല്ലിച്ചു പോയിരിക്കുന്ന അവസ്ഥ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും അവിടുത്തെ കാരുണ്യത്തിൽ ആശ്രയിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അത്ഭുതകരമായി മനുഷ്യന് അസാധ്യമായ, നിങ്ങൾ ആ സാക്ഷ്യം ശ്രദ്ധിച്ച് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. മനുഷ്യന് അസാധ്യമായ ഒരു കാര്യം 12 വർഷം മരുന്ന് കഴിച്ചിട്ട് മാറാത്തത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിക്കുകയും നിയോഗം ബന്ധിതനായ ഈശോയുടെ അടുത്ത് കെട്ടിയിടുകയും എല്ലാ ദിവസവും 33 പ്രാവശ്യം ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുകയും 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അത്ഭുതകരമായി ജീവനിലേക്ക് തിരിച്ചു വരാൻ, സൗഖ്യത്തിലേക്ക് തിരിച്ചു വരാൻ കർത്താവിട വരുത്തിയതിനെ ഓർത്ത്, മഹാകർമ്മത്തെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങൾ യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലു. ഉണരാം ഉണരാം ഉണരാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പേര് ദേവസ്യ. ഞാൻ എടപ്പുഴയിൽ നിന്നും വരുന്നു. എനിക്ക് ലഭിച്ച വലിയ ഒരു അനുഗ്രഹത്തിന് നന്ദി പറയുവാനാണ് ഞാനിത് എഴുതുന്നത്. ഞാൻ ഒരാഴ്ച കണ്ണൂർ മിമിസ് ആസ്പത്രിയിൽ പനിയായി കിടപ്പിലായിരുന്നു. ആസ്പത്രിയിൽ വെച്ച് ഞാൻ നേർച്ച നേർന്നു. എൻ്റെ രോഗം പൂർണ്ണമായും മാറുകയാണെങ്കിൽ കുർബാന ചെല്ലിക്കാമെന്നും സാക്ഷ്യം എഴുതിയിട്ടേക്കാമെന്നും നേർന്നതിൻ്റെ ഫലമായി എൻ്റെ പനിയും അനുബന്ധ രോഗങ്ങളും പൂർണ്ണമായും മാറിക്കിട്ടി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. വിളിക്കാം ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോമോൾ. ഞാൻ മാങ്ങോട് നിന്ന് വരുന്നു. എനിക്കൊരിക്കൽ വളരെ ശക്തമായ ശ്വാസമുട്ടൽ വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ മൂക്കിൻ്റെ പാലം വളയുകയാണ്, എത്രയും പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം വ്യാഴാഴ്ചത്തെ പ്രാർത്ഥനയിൽ ആവിലാപ്പള്ളിയിൽ വന്ന് പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, മൂക്കിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന 3 പേരെ ഈശോ സുഖപ്പെടുത്തുന്നുവെന്ന്. അതിലൊരാൾ ഞാനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് ഞാൻ കണ്ണൂർ ഹോസ്പിറ്റലിൽ പോയി മെയിൻ സർജനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു,
തൻ്റെ മൂക്കിന് പ്രത്യേകിച്ചൊരു കുഴപ്പവും ഞാൻ കാണുന്നില്ല, ഇതിന് ഓപ്പറേഷൻ വേണ്ട എന്ന്. അതിനുശേഷം എനിക്കിതുവരെ യാതൊരു അസ്വസ്ഥതകളും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് MBA പഠിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. നല്ല ഒരു കോളേജിലേക്ക് അഡ്മിഷൻ ലഭിക്കുവാനുള്ള നിയോഗം കെട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എറണാകുളത്ത് നല്ലൊരു കോളേജിൽ എനിക്ക് MBAക്ക് അഡ്മിഷൻ തന്ന് ഈശോ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെസ്സി. ഞാൻ ഉളിക്കല്ലിൽ നിന്നും വരുന്നു. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. അവന് തൈറോയിഡിൽ ക്യാൻസർ ആയിരുന്നു. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു ഓപ്പറേഷനിലൂടെ അവൻ്റെ അസുഖം ഈശോ മാറ്റി തന്നു. വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും അവന് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, സാധാരണ രീതിയിൽ തൈറോയിഡിൻ്റെ ആ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യമില്ലാതെ തന്നെ ആ ഓപ്പറേഷനിലൂടെ തന്നെ പൂർണ്ണമായ സൗഖ്യം കർത്താവ് നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ബ്രിജീത്ത. ഞാൻ ആറ്റാഞ്ചേരിയിൽ നിന്നും വരുന്നു. എൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. പ്രസവത്തിന് സിസേറിയന് ഡേറ്റ് തീരുമാനിക്കപ്പെട്ട എൻ്റെ മകനും അവളുടെ ഭാര്യയ്ക്കും ഡെങ്കിപ്പനി ബാധിച്ചു. രണ്ടുപേരും ആസ്പത്രിയിൽ അഡ്മിറ്റായി. എന്നാൽ അവളുടെ സ്ഥിതി വളരെ മോശമായി. കൗണ്ട് 14,000 കുറഞ്ഞു. ഞാൻ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 10 ദിവസങ്ങൾക്ക് ശേഷം കൗണ്ട് കൂടുകയും യാതൊരു കുഴപ്പവുമില്ലാതെ ഓപ്പറേഷൻ നടക്കുകയും അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരു കുഴപ്പവുമില്ലാതെ വീട്ടിൽ വരികയും ചെയ്തു. ഞങ്ങൾക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് അജിത്ത്. സ്ഥലം എടൂർ. ഞാൻ സ്റ്റുഡൻറ് വിസയ്ക്ക് വിദേശത്ത് പോയതായിരുന്നു. കോഴ്സ് പാസ്സാകുകയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നല്ലൊരു കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജൈനി. തേർമലയിൽ നിന്നും വരുന്നു. എൻ്റെ മകന് കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ മകൻ ഷീൻ ഷാജിക്ക് ദുബായിൽ ലൈസൻസ് കിട്ടുവാൻ വേണ്ടി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൻ ആദ്യത്തെ തവണ തന്നെ ലൈസൻസ് നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്ക് മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. എൻ്റെ പേര് മായ. സ്ഥലം കരിക്കോട്ടക്കരി. എൻ്റെ ബ്രസ്റ്റിൽ ഒരു മുഴ കാണുകയും അത് ഡോക്ടറെ കാണിക്കുകയും ചെയ്തു. അപ്പോൾ അവർ സ്കാൻ ചെയ്തു വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആവില അമ്മയോട് സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് നേരുകയും മുഴയ്ക്ക് ഒരു കുഴപ്പവുമില്ലാതെ ആക്കിത്തരണമേ എന്ന് പ്രാർത്ഥിച്ച് മുട്ടിൽ വലിയുകയും ചെയ്തു. അതിൻ്റെ ഫലമായി സ്കാനിങ് റിപ്പോർട്ട് നോർമൽ ആണെന്ന് പറഞ്ഞ് ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് റോസ് മേരി പോൾസൺ. 2 വർഷം മുമ്പ് ജർമ്മൻ ഭാഷാ പഠനം പൂർത്തീകരിച്ചു. ഞാനും എൻ്റെ അമ്മയും എല്ലാ വ്യാഴാഴ്ചകളിലും ആവിലാസദനിൽ വന്ന് തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ എനിക്ക് ജർമ്മനിക്ക് പോകുവാൻ സാധിച്ചു. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ എൻ്റെ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ലാസ്റ്റ് ഇയർ എക്സാമിന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കാൻ സാധിച്ചു. എൻ്റെ ഗ്രാജുവേഷൻ ജൂൺ 26 നടക്കും. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നഴ്സിംഗ് എന്നുള്ളത്. ഈ അനുഗ്രഹം നൽകിയ ഈശോയ്ക്ക് നന്ദി പറയുന്നുവെന്ന് നെടുമ്പുറംചാലിൽ നിന്ന് മേഘ. നന്ദി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെസ്സി അനൂപ്, പയ്യാവൂരിൽ നിന്നും വരുന്നു. ഞാൻ മെയ്യിൽ 2024 ഇസ്രായേലിന് പോകുവാൻ വേണ്ടി വിസ വന്നിട്ട് മുംബൈയിൽ വന്നു. അവിടെ വെച്ച് ഇൻ്റർവ്യൂ ലിസ്റ്റിൽ എൻ്റെ പേര് വന്നില്ല. അങ്ങനെ ഒരാഴ്ചയോളം അവിടെ താമസം വന്നപ്പോൾ ഞാൻ സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് നേർന്നതിൻ്റെ ഫലമായി അന്ന് വൈകുന്നേരം തന്നെ ലിസ്റ്റിൽ എൻ്റെ പേര് വരികയും ആദ്യ ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ പാസ്സാവുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് തമ്പാൻ. ഞാൻ കരയത്തിൻചാലിൽ നിന്നും വരുന്നു. ഇതിനു മുമ്പ് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. ഞാനിപ്പോൾ സാക്ഷ്യം എഴുതുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും ഈശോയും മാതാവും നൽകിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ്. ആദ്യമായി മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധിക്കുമെന്ന വചനം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കാര്യത്തിൽ ദൈവം നടത്തി തന്നതാണ്. എൻ്റെ വീട്ടിലേക്ക് ഒരു ചെറിയ നടപ്പുവഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സ്ഥലം ഒരാൾക്ക് വീട് വയ്ക്കാൻ കൊടുക്കുകയാണെന്ന് അവർ പറഞ്ഞു. ഏകദേശം ഓക്കെ ആയി എന്നും പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും ഒരിക്കലും മുടക്കാതെ ചെല്ലാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞാൻ ഈശോയോട് പറയും, ഈശോയെ, ആകെ എനിക്കെൻ്റെ വീട്ടിലേക്ക് വരാൻ ആ വഴി മാത്രമേ ഉള്ളൂ. അവിടെ ഒരു വീട് വന്നാൽ ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വരും? ഈശോയെ, ഈ പാപിയായ ദാസനോട് കരുണ തോന്നണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എന്തു തന്നെയായാലും നിൻ്റെ ഹിതം സന്തോഷത്തോടെ സ്വീകരിക്കാൻ അനുഗ്രഹിക്കണമേ. പിന്നെയെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണ് നടന്നത്. 11.5 സെൻറ്റ് സ്ഥലം ഞാനും എൻ്റെ അയൽക്കാരൻ ബിജുചേട്ടനും കൂടി ആ സ്ഥലം ഞങ്ങൾ എടുത്തു. 7 സെൻറ്റ് ഞാനും ബാക്കി 7 സെൻറ്റ് ബിജുചേട്ടനും. എനിക്കിപ്പോൾ വീട്ടിലേക്ക് നടപ്പുവഴി മാറി റോഡായി. ഈ കാര്യം പറഞ്ഞ് ഞാൻ റാപ്സനച്ഛനെ കാണാൻ വന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു, വഴിയുടെ കാര്യമല്ലേ, എല്ലാം ഈശോ നടത്തി തരുമെന്ന്. എനിക്കിപ്പോൾ ഒരു ജോലിയും താൽക്കാലികമായി കുയിലൂർ വാട്ടർ അതോറിറ്റിയിൽ ഹെൽപ്പറായിട്ട് കഴിഞ്ഞ മാസം കിട്ടി. എന്നെയും എൻ്റെ കുടുംബത്തെയും ഇത്രയധികം അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയും. നടപ്പ് വഴി ചോദിച്ച തമ്പാന് കർത്താവ് ലോറി പോകുന്ന വഴി കൊടുത്തു, 7 സെൻറ്റ് സ്ഥലവും കൊടുത്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ തമ്പാൻ ഒത്തിരി പേരെ ഈശോയിലേക്ക്, ആ ഭാഗത്ത് നിന്ന് ഒത്തിരി പേര് ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരാളാണ്. ഈശോയിലേക്ക് പലർക്കും വഴി തുറന്നു കൊടുത്തിട്ടുള്ള തമ്പാന്റെ വീട്ടിലേക്കുള്ള വഴി കർത്താവ് തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മേരി, സ്ഥലം ആനപ്പത്തി. ഞാൻ എൻ്റെ സഹോദരൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. മോൾക്ക് പ്രസവത്തിനോട് കൂടി ബ്ലീഡിംഗ് ഉണ്ടായി. എല്ലാവരും ഭയന്നുപോയി. സഹോദരൻ എല്ലാവരോടും പ്രാർത്ഥനാ സഹായം യാചിച്ചു. ഞാൻ ഉടനെ ആവിലായിലെ ബന്ധിതനായ ഈശോയോടും അമ്മയോടും പ്രാർത്ഥിച്ചു. സാക്ഷ്യം എഴുതിയിട്ടേക്കാമെന്ന് നേരുകയും ചെയ്തു. ഉടനെ തന്നെ അവളുടെ ബ്ലീഡിങ്ങും സുഖപ്പെട്ടു എന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ വന്നു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ജുവൽ. ഞാൻ വലിയ അരീക്കമലയിൽ നിന്നും വരുന്നു. എൻ്റെ വലതു കൈയിൽ അരിമ്പാറ പോലെ ഒരു തടിപ്പുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അത് എല്ലാ വിരലുകളിലാവുകയും സ്പ്രെഡ് ആവുകയും ചെയ്തു. ഞാനിവിടെ വന്ന് റാപ്സനച്ഛനെ കാണുകയും അച്ഛൻ അതിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന തടിപ്പ് പൂർണ്ണമായും മാറി. പിന്നെ എനിക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായിരുന്നു. അതും ആവിലാപ്പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാറിക്കിട്ടി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.
എൻ്റെ പേര് ലൈസമ്മ. ഞാൻ പയ്യാവൂരിൽ നിന്നും വരുന്നു. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകന് വേണ്ടിയാണ്. ഒരു ജോലിക്ക് വേണ്ടി കുറേ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒന്നും ശരിയാകുന്നില്ലായിരുന്നു. ഞാനും മകനും കൂടി ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ മകൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ശരിയായിക്കൊള്ളുമെന്നും മുട്ടിൽ വലിഞ്ഞു പ്രാർത്ഥിക്കാനും പറഞ്ഞു. ഞങ്ങൾ മുട്ടിൽ വലിഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകനൊരു ജോലി കിട്ടുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്ക് മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും അവന് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ജോലിയുടെ തടസ്സം കർത്താവ് എടുത്ത് മാറ്റിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ശാന്തമ്മ. ഞാൻ അലക്സ് നഗറിൽ നിന്നും വരുന്നു. എൻ്റെ മകൻ അജയ്ക്ക് വേണ്ടി ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. മാനേജ്മെൻറ്റിൽ സ്ഥിരം ജോലി ലഭിച്ച് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ വന്ന് സാധിക്കുന്ന വ്യാഴാഴ്ചകളിൽ പ്രാർത്ഥിക്കുകയും മുട്ടിലിഴുകയും അല്ലാത്തപ്പോൾ ഓൺലൈൻ ശുശ്രൂഷ കൂടുകയും ചെയ്തതിൻ്റെ ഫലമായി രൂപതയുടെ സ്കൂളിൽ ജൂൺ മാസം മുതൽ സ്ഥിരം ജോലി നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്ക് മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. സ്ഥിരം ജോലി ലഭിക്കാൻ കർത്താവ് ഇടവരുത്തിയതിനോർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് മേരി. കൊട്ടിയൂർ കേളകം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഇത് എഴുതുന്നത്. എൻ്റെ മകനും ഭാര്യയും തമ്മിൽ വഴക്ക് നടന്നു. പൊരുത്തപ്പെടാൻ പറ്റാത്ത രീതിയിൽ സംസാരിച്ചു. അവൾ മക്കളെ 3 പേരെയും കൂട്ടി സ്വന്തം വീട്ടിൽ പോയി. 2 മാസം കഴിഞ്ഞിട്ടും വന്നില്ല. ഞങ്ങൾ ഫോൺ വിളിച്ചു. സംസാരിച്ചാൽ മക്കളുടെ കയ്യിൽ കൊടുക്കില്ല. അങ്ങനെ ഞാൻ വിഷമിച്ച് പ്രാർത്ഥിച്ചു. ആവിലായിൽ വന്ന് മുട്ടിലിഴഞ്ഞ് ബന്ധിതനായി ഈശോയുടെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. മക്കളുടെ കുടുംബം വേർപെട്ടു പോകരുതേ, അവരെ ചേർത്ത് പിടിക്കണമേ എന്ന്. ഞാൻ 3 പ്രാവശ്യം നിയോഗം എഴുതി കെട്ടിയിട്ടു. 1-ാം പ്രാവശ്യം എഴുതി കെട്ടിയിട്ടപ്പോൾ തന്നെ അവൾ ഞങ്ങളെ തിരിച്ചു വിളിച്ചു. 2-ാമത്തെ വ്യാഴാഴ്ച നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിച്ചു തിരിച്ചു ചെന്നപ്പോൾ മകളും കുട്ടികളും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. മകളും കുട്ടികളും വന്നു. ഇപ്പോൾ വളരെ സന്തോഷത്തോടെ കഴിയുന്നു. ഈശോയ്ക്ക് 1000 നന്ദി. അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് ഇസ്രായേലിൽ പോകുവാൻ ഒരുപാട് തടസ്സം വന്നു. സാമ്പത്തികമായും വളരെ വിഷമിച്ചു. ഞാൻ ആവിലായിൽ വന്ന് മുട്ടിലിഴഞ്ഞ് ഈശോയുടെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. തടസ്സങ്ങൾ മാറ്റി തന്നാൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നതിൻ്റെ ഫലമായി അവൾക്ക് ഇസ്രായേലിൽ പോകാൻ സാധിച്ചു. ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ ബന്ധിതനായ ഈശോയ്ക്ക് മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ടൊക്കെ വന്നിട്ടുള്ളവർക്ക് വേണ്ടി പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതിയതിന് ശേഷം റോഡരികിലുള്ള കുരിശിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് കുരിശിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. സാധിക്കുന്നവർ പ്രാർത്ഥനാ നിയോഗങ്ങളും കയ്യിൽ പിടിച്ചുകൊണ്ട് മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപത്തോട് ചേർത്ത് ആ നിയോഗങ്ങൾ കെട്ടിയിടുക. ഒരു നിയോഗം തന്നെ നിങ്ങൾക്ക് അത് സാധിച്ചു കിട്ടുന്നത് വരെ ഓരോ വ്യാഴാഴ്ചയിലും വരുമ്പോൾ എഴുതി കൊണ്ടുവന്ന് കെട്ടിയിടാവുന്നതാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ശ്രീനന്ദ, സ്ഥലം കീഴ്പള്ളി. എനിക്ക് 3 വർഷമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ തലവേദന, ഛർദി, ക്ഷീണം എന്നിവയായിരുന്നു. ആവിലാപ്പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനെ കാണുകയും 3 ആഴ്ചത്തെ ധ്യാനം കൂടുകയും ചെയ്തു. ഇപ്പോൾ എൻ്റെ ആ ക്ഷീണങ്ങളെല്ലാം മാറിക്കിട്ടി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. എൻ്റെ പേര് മോളി. കണിച്ചാറിൽ നിന്ന് വരുന്നു. എൻ്റെ മോന് കിട്ടിയ അനുഗ്രഹം പറയുവാനാണ് ഇത് എഴുതുന്നത്. മോൻ സ്റ്റഡി വിസയ്ക്ക് UK പോയിട്ട് സ്ഥിരമായി ജോലിയൊന്നും ലഭിച്ചിരുന്നില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് സ്ഥിരമായി ഒരു ജോലി ലഭിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്ക് മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും നന്ദി പറയുന്നു. ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന എൻ്റെ മകന് IELTS പാസ്സാകുന്നതിന് വേണ്ടി കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഇവിടെ നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിക്കുകയും കൺവെൻഷനിൽ സംബന്ധിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞായറാഴ്ചത്തെ പരീക്ഷ അവൻ നല്ല സ്കോറോടെ പാസ്സായി. ബന്ധിതനായ ഈശോയ്ക്ക് മാവില അമ്മയ്ക്കും നന്ദി പറയുന്നുവെന്ന് ഷാജി പുള്ളിക്കൽ, മണിക്കടവ്. നന്ദി പറയാം. ഈ
ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ഏലിയാമ്മ. ഞാൻ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. എൻ്റെ മകൾ പഠിക്കാൻ ഭയങ്കര പുറകോട്ടായിരുന്നു. അവൾ പഠിക്കുന്നത് മറന്നു പോവുകയാണെന്ന് പറയും. ഞാൻ ബന്ധിതനായി ഈശോയുടെ മുമ്പിൽ എൻ്റെ മകൾ നല്ല മാർക്കോടുകൂടി ജയിക്കണമേ എന്നും നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണമേ എന്നും പറഞ്ഞു പ്രാർത്ഥിച്ചു. സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് നേരുകയും ചെയ്തതിൻ്റെ ഫലമായി അവൾ ജയിക്കുകയും നല്ലൊരു കോളേജിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ദൈവത്തിന് 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, ഈശോയേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡെയ്സി. എൻ്റെ മകൾ ദിയയ്ക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത്. മോൾക്ക് മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തലവേദന വന്നാൽ ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രമേ കുറയുമായിരുന്നുള്ളൂ. ഒരാഴ്ചയ്ക്ക് മുമ്പ് തലവേദനയുണ്ടാവുകയും നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തു. ആ സമയം ഞാൻ മാതാവിനോട് മാധ്യസ്ഥം അപേക്ഷിക്കുകയും വ്യാഴാഴ്ചയിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാമെന്നും സാക്ഷ്യം എഴുതി അറിയിച്ചു കൊള്ളാമെന്നും നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നീട് ഒന്ന് വൊമിറ്റ് ചെയ്തതിന് ശേഷം തലവേദന നന്നായി കുറയുകയും ഉറങ്ങാൻ സാധിക്കുകയും ചെയ്തു. അതിനുശേഷം അവൾക്ക് ഇതുവരെ തലവേദന ഉണ്ടായിട്ടില്ല. അവൾക്ക് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ച ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ഈശോയേ, കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അനിറ്റ് മരിയ. ഞാൻ അങ്ങാടിക്കടവിൽ നിന്നും വരുന്നു. ഞാൻ എൻ്റെ ജർമ്മൻ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ഇൻ്റർവ്യൂവിന് മുൻപായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും നിയോഗം എഴുതിയിടുകയും ചെയ്തു. അതിനുശേഷം ഇൻ്റർവ്യൂ നടക്കുകയും അതിൽ ഞാൻ സെലക്ട് ആകുകയും പാസ്സാകുകയും ചെയ്തു. എന്നെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഇന്റർവ്യൂവിൽ നല്ല നന്നായി പെർഫോം ചെയ്യാനും നല്ല ജോലി ലഭിക്കാനും കർത്താവ് ഇടവരുത്തിയതിനോർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് പ്രിയ. നെല്ലിക്കാമ്പോയി ഇടവക ഒരു സ്കൂളിൽ ഈശോ എനിക്ക് ജോലി നൽകി അനുഗ്രഹിച്ചതിന് ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയേ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് അജീന. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ മകനു വേണ്ടിയാണ്. മോന് റെഗുലർ ചെക്കപ്പിന് ചെന്നപ്പോൾ ഹാർട്ടിൽ സൗണ്ടിൽ വേരിയേഷൻ ഉണ്ടെന്ന് ഡോക്ടർ പറയുകയും കാർഡിയാക്ക് ചെക്കപ്പ് ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. ഇവിടെ സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എക്കോ നോർമലാവുകയും ഹാർട്ടിന് ഒരു പ്രോബ്ലവുമില്ല എന്ന് പറയുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് റീനു. കരിക്കോട്ടകരി ഇടവകയിൽ നിന്നും വരുന്നു. 1/6/25 രാവിലെ പള്ളിയിൽ വന്ന് ജപമാലയും കുർബാനയിലും പങ്കുചേർന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയ ശേഷം റാപ്സനച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും മൂക്കിൻ്റെ ദശ വളർന്ന ബ്ലോക്ക് മാറ്റി ശ്വാസതടസ്സം മാറിക്കിട്ടുകയും ചെയ്തു. ഈ അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയും. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്ന മൂക്കിലെ ദശ കർത്താവ് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ അക്കാമ വർഗീസ്, സ്ഥലം കോളിക്കടവ്. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ മകൾ സിനോബിക്ക് വേണ്ടിയാണ്. 2023 ജൂലൈയിൽ എൻ്റെ മകളുടെ മുഖത്തും കഴുത്തിനും 8 കാല് കടിച്ചത് മൂലം വളരെയധികം നീരും ചുവപ്പും ചൊറിച്ചിലും ഉണ്ടായിരുന്നു. ആയുർവേദം, ഹോമിയോ, അലോപ്പതി തുടങ്ങിയ വിവിധ മരുന്നുകൾ ചെയ്തു. 1 കൊല്ലം മുഴുവൻ ചികിത്സിച്ചിട്ടും ഒരു മാറ്റവും വന്നില്ല. 2025 മാർച്ചിൽ ആവിലാസത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും റാപ്സനെ അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും ചെയ്തു.
അച്ഛൻ പ്രാർത്ഥിക്കുകയും വിശുദ്ധ തൈലം കയ്യിൽ ഒഴിച്ചു കൊടുത്ത് മുഖത്തും കഴുത്തിലും പുരട്ടാൻ പറയുകയും ചെയ്തു. അത് ചെയ്ത ഉടനടി മാറ്റങ്ങൾ എൻ്റെ കൺമുമ്പിൽ തന്നെ ഞാൻ കണ്ടു. അന്നു മുതൽ എൻ്റെ മകൾ പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, എട്ടുകാലി കടിച്ചത് മൂലമുണ്ടായിരുന്ന ശരീരത്തിലെ തടിപ്പും അലർജിയും ഒക്കെ കർത്താവ് തൻ്റെ നാമത്തിൻ്റെ യോഗ്യതകളാൽ, വിശുദ്ധ ജലത്തിൻ്റെ യോഗ്യതകളാൽ സുഖപ്പെടുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബാബു. ഞാൻ ആറളം ഫാം ബ്ലോക്ക് 11 നിന്നും വരുന്നു. ഞാനിവിടെ 3 സാക്ഷ്യമാണ് എഴുതുന്നത്. ഒന്നാമത്തെ സാക്ഷ്യം, 3.5 വർഷം മുമ്പ് ഒരാൾക്ക് പൈസ കടം കൊടുത്തിരുന്നു. ഞാൻ ആവിലാപ്പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടി. രണ്ടാമത്തെ സാക്ഷ്യം, 10 വർഷം മുമ്പ് വീടുണ്ടാക്കിയിട്ട് എനിക്കതിൽ കയറിക്കൂടാൻ പറ്റിയില്ല. അതും ദൈവം ഇപ്പോൾ എനിക്ക് സാധിച്ചു തന്നു. മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ മകളുടെ കുട്ടിയുടെ ശരീരത്ത് വെള്ളപ്പാണ്ടുണ്ടായിരുന്നു. അവൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആവിലാപ്പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും മുട്ടിൽ നീന്തുകയും ചെയ്തതിൻ്റെ ഫലമായി കുട്ടിയുടെ ശരീരത്തിലെ വെള്ളപ്പാണ്ട് കുറഞ്ഞു കിട്ടി. ഈ 3 അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് പ്രീത. എൻ്റെ 2 മക്കൾക്ക് കിട്ടിയ അനുഗ്രഹമാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ മൂത്ത മകൾക്ക് നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് 1 വർഷമായിട്ടും ജോലി കിട്ടിയിരുന്നില്ല. ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാർച്ച് 18 മംഗലാപുരത്ത് ഏജ ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചു. എൻ്റെ ഇളയ മകൾക്ക് അനൽ ഫിഷർ വന്ന് അത് കൂടിപ്പോയിരുന്നു. അവൾക്ക് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ഇരിട്ടിയിൽ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണിച്ചു. 2 മാസത്തെ മരുന്ന് തന്നു. അത് കഴിച്ചപ്പോൾ കുറച്ച് മാറ്റം വന്നായിരുന്നു. പിന്നെ ആ മരുന്ന് നിർത്തിയപ്പോൾ വീണ്ടും ആ രോഗം വന്നു. ഡോക്ടറെ വീണ്ടും ചെന്ന് കാണിച്ചപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞാലേ മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ കൂടാതെ ഇത് മാറുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേരുകയും പിന്നെ അവളെ കൊണ്ട് മുട്ടിൽ വലിഞ്ഞുകൊള്ളാമെന്ന് നേരുകയും ചെയ്തു. വീണ്ടും ഒരാഴ്ച മരുന്ന് കഴിച്ചിട്ട് മാറ്റമില്ലായിരുന്നു. ഞാൻ എല്ലാ ദിവസവും 33 പ്രാവശ്യം ഈശോയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ണൂരിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പവും ഇവൾക്കില്ല, ഓപ്പറേഷൻ്റെ ആവശ്യവുമില്ല എന്ന്. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സൈമൺ, സ്ഥലം മണിക്കടവ്. ആവിലാസദനിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കിട്ടിയ 2 അനുഗ്രഹങ്ങളാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ദീർഘനാളുകളായി വെള്ളത്തിന് ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരുന്നു. ആവിലായി വരികയും അച്ഛനെ കണ്ടു പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഒരു കുഴൽക്കിണർ കുത്തുകയും സ്ഥാനക്കാരൻ പറഞ്ഞ ആ അടിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ധാരാളമായി വെള്ളം തന്ന് ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു കാർ ഡ്രൈവിംഗ് പഠിക്കുക എന്നത്. പക്ഷേ പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. നല്ല ബുദ്ധിമുട്ട് നേരിട്ടു. പഠനം നിർത്തിയാലോ എന്ന സാഹചര്യം വന്നപ്പോൾ ആബിലായിൽ വന്ന് മുട്ടിലെറിഞ്ഞ് പ്രാർത്ഥിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേരുകയും ചെയ്തു. ദൈവം എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് തന്ന് എന്നെ അനുഗ്രഹിച്ചു. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അതെനിക്ക് ഈശോ തന്നു. ഈ അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ചുറ്റിൽ വിളിക്കാം ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് മേഘ. ഞാൻ കൊട്ടിയൂർ നീണ്ടുനോക്കി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. മോക്ക് വളരെ ചെറുപ്പത്തിൽ ഒരു 3 വയസ്സ് മുതൽ തന്നെ
അഡിനോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ചെറിയ പ്രായമായതുകൊണ്ട് ഇപ്പോൾ സർജറി ഒന്നും വേണ്ട, നമുക്ക് സ്പ്രേ യൂസ് ചെയ്താൽ മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ട് സ്പ്രേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ കുഞ്ഞിന് 8 വയസ്സായിട്ടുണ്ട്. അവൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വളരെ ചെറിയ തോതിൽ അവൾക്ക് കേൾവി കുറഞ്ഞു വരുന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. വിളിക്കുമ്പോഴായാലും കേൾക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. വളരെ അടുത്ത് ചെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമായിരുന്നു അവൾ കേൾക്കുന്നത്. റെസ്പോൺസ് ഭയങ്കര കുറവായിരുന്നു. അപ്പം ഞങ്ങൾ ഓർത്ത് ഈ ആക്സിഡൻറ്റ് മൂലം ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം ഈ കേൾവിക്കുറവ് വന്നതെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ENT സർജനെ കാണിച്ചു. സൈറസ് ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. സാറ് പറഞ്ഞു ഇത് ആക്സിഡൻറ്റ് മൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നമല്ല, കുഞ്ഞിന് അഡിനോയിഡ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്, 3rd സ്റ്റേജ് എത്തി, ഇനി സർജറിയിലൂടെ അല്ലാതെ നമുക്കത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സർജറിയൊക്കെ ഫിക്സ് ചെയ്തു. കുഞ്ഞിന് 1ാം ക്ലാസ്സിൻ്റെ വെക്കേഷൻ്റെ സമയത്താണ് ഞങ്ങൾ സർജറി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ സർജറി ചെയ്യാം, അപ്പോൾ സ്കൂൾ ഓർക്കുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടില്ലാതെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മ മോളെയും കൊണ്ട് അച്ഛൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വരികയും അച്ഛൻ മോളുടെ മൂക്കിൽ തൊട്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെ പറഞ്ഞു, സർജറിയുടെ ആവശ്യമില്ല, നമുക്കത് ഭേദമായിട്ടുണ്ട്, അത് ഭേദമായി തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് അടുത്ത വ്യാഴാഴ്ച തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് 2 ആഴ്ചത്തേക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഓരോരോ തടസ്സങ്ങൾ വരികയുണ്ടായി. അതിനുശേഷം 3ാമത്തെ ആഴ്ച ഞാൻ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഈ അഡിനോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് അറിയാം, ഒരു ചെറിയൊരു ക്യാമറ ഉള്ളിലേക്ക് കടത്തിയിട്ടാണ് അതിൻ്റെ നമുക്ക് കാണിച്ചു തരുന്നത്. മോണിറ്ററിൽ നമ്മളെ കാണിച്ചു തരും. അങ്ങനെ ക്യാമറ കടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നന്നായിട്ട് തിക്കായിട്ട് വളർന്ന് അവിടെ ടച്ച് ചെയ്തിരുന്ന ആ ഒരു അഡിനോയിഡ് നന്നായിട്ട് കുറഞ്ഞ് വളരെ മൈനറായിട്ടുള്ള രീതിയിൽ മാത്രമേ മൂക്കിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ സർജറിയുടെ ആവശ്യമില്ല, അത് കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ 2 മാസം കൂടെ ആ നെയ്സൽ സ്പ്രേ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് അതും സ്റ്റോപ്പ് ചെയ്യാം, ഇനി ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. കുഞ്ഞ് അതേപോലെ വാ തുറന്നാണ് ഉറങ്ങിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് പല്ലും ചെറുതായിട്ട് പൊന്തി വരുന്നുണ്ടായിരുന്നു. ഇപ്പം യാതൊരു കുഴപ്പമില്ല, വായടച്ച് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്, എല്ലാം ഭേദമായി. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു ജീസസ്. കരമടിച്ച് ചെവിയുടെ കാര്യം പറ. ചെവി ഇപ്പം എങ്ങനെയുണ്ടെന്നോ? ചെവിക്കിപ്പം കേൾവി ശക്തി നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പം എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ. പ്രിയപ്പെട്ടവരെ, 2 പ്രധാനപ്പെട്ട സൗഖ്യങ്ങളാണ്. ഒന്ന്, അഡിനോയിഡിൻ്റെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നത് ഓപ്പറേഷൻ കൂടാതെ തന്നെ അത് പൂർണ്ണമായിട്ടും, അതായത് സ്പ്രേ അടിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഈ സ്പ്രേ അടിച്ച് കിടക്കുക, ഒരു പ്രായമാകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട സമയമാകുമ്പോൾ അത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കർത്താവ് അത് സുഖപ്പെടുത്തി. അതുപോലെ കേൾവി നഷ്ടപ്പെട്ടിരുന്നത്, കേൾവി കേൾക്കാൻ പ്രയാസമുണ്ടായിരുന്നു, ഇപ്പോൾ പൂർണ്ണമായിട്ടും കേൾക്കാനും കർത്താവ് ഇടവരുത്തിയിരിക്കുന്ന വലിയ സൗഖ്യത്തെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. അന്തർ കണ്ടതും കിടർ കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ലാസറുയർത്ത യേശുനാമത്തിൽ. ഈശോയെ നന്ദി, ഈശോ സ്തോത്രം. ഞാൻ കേരളം ഇടവയിൽ നിന്ന് വരുന്നു. എനിക്ക് ഒത്തിരിയേറെ സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. എൻ്റെ മോന് സർജറി 6 വർഷമായി മൂക്കി കൂടി എന്നും ബ്ലീഡിങ് ആകുമായിരുന്നു. വെളുപ്പം കാലമാകുമ്പോൾ ഉറക്കത്തിലെന്നും ബ്ലീഡിങ് ആകുമായിരുന്നു. അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ഒരു മേജർ സർജറിയാണ് അവന് പറഞ്ഞത്. ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ആദ്യം ആവിലാവ് പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ വിശ്വാസം, ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. അങ്ങനെ ആവിലാൽ പള്ളി വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ വന്ന് തലയിൽ തട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അച്ഛൻ അവൻ്റെ മൂക്കിൽ തൊടുകയും ഉമിനീരിലോട്ട് മൂക്കിൽ തൊടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവനെ 5 ആഴ്ച ഇവിടെ പള്ളിയിൽ കൊണ്ടുവരികയും ചെയ്യണം. പിന്നെ 3 ആഴ്ച കഴിയുമ്പം ഒന്നുകൂടെ ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൊക്കിലങ്ങാടി ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മേജർ സർജറി അങ്ങനെ ഒഴിവാക്കിയിട്ട്. അതിൽ നിന്നും ഒത്തിരി സന്തോഷം, എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ബന്ധുവിനായ ഈശോയ്ക്കും അതുപോലെ റാപ്സനച്ഛനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, കരമടിച്ച് നന്ദി പറയാം. പേരെന്താണ്? എൻ്റെ പേര് ബിജി, മോൻ്റെ പേര് ടെൽവിൻ എന്നാണ് ഈ മകൻ്റെ പേര്. 16 വയസ്സുള്ള മകനാണ്. +1 പഠിക്കുന്നു. +1 പഠിക്കുന്ന ഈ മകന് മൂക്കിലൂടെ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബ്ലഡ് വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് പരിശോധനകൾ നടത്തിയത്. അപ്പോൾ ഒരു മേജർ സർജറി മൂക്കിന് വേണ്ടി സജസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. ഇത് അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം എടുത്തതല്ലേ? യെസ്. ഇവിടെ സർജറി വേണമെന്ന റിപ്പോർട്ടോടു കൂടെയാണ് ടെൽവിനെയും കൊണ്ട് ടെൽവിൻ്റെ ഗ്രാൻഡ് മദർ
സഹോദരി വിജി തന്നെയാണ് വരുന്നത്. വിജി ഓപ്പറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിദേശത്തുനിന്ന് വന്നത് തന്നെ. അപ്പോൾ ടെൽവിനെയും കൊണ്ട് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. 31-ാം തീയതി, അതായത് കഴിഞ്ഞ മാസം മെയ് മാസം 31-ാം തീയതി പോയി മെയ് മാസം അല്ലേ ഇത്? മെയ് മാസം 31-ാം തീയതി വീണ്ടും പരിശോധിച്ചപ്പോൾ ഒരു കുഴപ്പവുമില്ല, വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞ് അയച്ചതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ആത്മാവിൽ പുതുജീവൻ നേടിയതേശുനാമത്തിൽ ദൈവമഹത്വം കാണാം നേടാം യേശുനാമത്തിൽ. ഞാൻ കോളയാട് നിന്ന് വരുന്നു. മകൻ്റെ കുഞ്ഞിന് സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. മകന് മോള് പ്രഗ്നൻ്റ് ആയതിന് ശേഷം 3 മാസം കഴിഞ്ഞപ്പം ബ്ലീഡിങ് ആയി. സൂക്ഷിക്കണം, പിന്നെ അബോർഷനാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ വരാനൊന്നും സാധിച്ചില്ല. മോളുടെ പപ്പ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 7-ാം മാസം അവൾ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്തു. വീണ്ടും പ്രശ്നങ്ങളായി. ഈ പൊക്കിൾക്കൊടിയുടെ അടുത്തായിട്ട് ഒരു മുഴ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ 8-ാം മാസം മുതൽ ആഴ്ചയിൽ എല്ലാ ആഴ്ച തോറും സ്കാൻ ചെയ്തുകൊണ്ടിരുന്നു. ആ മുഴ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ആശുപത്രിയിലായി, ഓപ്പറേഷൻ ചെയ്തു. പക്ഷേ ആ സമയത്ത് ആ മുഴ കണ്ടിട്ടേ ഇല്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ആ മുഴ പോയി, കാണുന്നേ ഇല്ലായിരുന്നു. കുഞ്ഞിന് ഒരു ആപത്തും ഇല്ലാതെ കുഞ്ഞിനെ തിരിച്ചു കിട്ടി. നമുക്ക് ബന്ധിതനായ ഈശോയ്ക്കും ആവിലായാലും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. മോളുടെ പേര് ഇവാ മരിയ. 4-ാം ദിവസം കുഞ്ഞിനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തൊട്ടിൽ കിടത്തി അച്ഛനെടുത്ത് മോളെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്തായിരുന്നു. ഇപ്പം നമ്മൾ ഈശോയെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ 101 പ്രാവശ്യം ഈശോയെ വിളിക്കുന്നുണ്ടായിരുന്നു അവൾ ഗർഭിണിയായിരിക്കുന്ന സമയം. ഇപ്പം നമ്മൾ ഈശോ എന്തെന്ന് ചോദിച്ചാൽ വേഗം രൂപത്തിൻ്റെ അടുത്തേക്ക് നോക്കിയിട്ട് നല്ലോണം ചിരിക്കുകയും വർത്താനം പറയുന്ന പോലെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 3-ാം മാസം മുതൽ കുഞ്ഞിൻ്റെ ബ്ലീഡിംഗ് ഉണ്ടായി, കുഞ്ഞിനെ കിട്ടില്ല, അബോർഷനായി പോവും. 7-ാം മാസത്തിൽ പൊക്കിൾക്കൊടിയുടെ അവിടെ ഒരു സിസ്റ്റ് വളർന്നിരിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ വരികയും അപ്പോൾ ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞാണ്. ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നുവെന്ന് സ്വന്ത കയ്യിൽ വെച്ച് ഉദരത്തിൽ വെച്ച് അനേക പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ആ മുഴ തന്നെ അവിടെ കാണുന്നില്ല എന്ന രീതിയിൽ കർത്താവ് സൗഖ്യം നൽകി. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകിയിരിക്കുന്നതിനോർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എഴുന്നേറ്റ് നിന്ന് പാടാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. അമ്മൂമ്മ പറഞ്ഞ സത്യമാണോ നോക്കട്ടെ. ഈശോയേ ഇരിക്കുന്നുണ്ടോ? ഈശോയേ. ചെറിയ ഗ്യാപ്പിൽ മുടി കയറി പിടിച്ചു. ഏത് കുട്ടിയാണെന്ന് മനസ്സിലായില്ലേ? ഏത് കുട്ടിയാണ്? പെൺകുട്ടിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ,